ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് കോൺഷ്യസ് പാരൻറ്റിങ് എന്ന ടോപ്പിക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ കോൺഷ്യസ് പാരൻറ്റിങ് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പാരൻസ് നമ്മൾ റിയലൈസ് ചെയ്യാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, അതിനെ പറ്റിയിട്ടും പിന്നെ അതേപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഒരു കോൺഷ്യസ് പാരൻറ്റിങ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും 2 പാർട്ടായിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് കോൺഷ്യസ് പാരൻറ്റിങ് എന്നുള്ളത് മനസ്സിലാക്കണം. കോൺഷ്യസ് പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ പേര് പോലെ തന്നെ, ആ ടേം പോലെ തന്നെ നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാരൻറ്റിങ് ടെക്നിക്കാണ് കോൺഷ്യസ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നമ്മൾ പല പ്രാവശ്യവും പല ടൈമിൽ നമ്മൾ കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് അല്ലേ. നമ്മളതിന് പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും, ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുട്ടിയെ സ്കോൾഡ് ചെയ്തിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. എന്താണ് നമ്മൾ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കെയർ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന പെയിൻ, ഇതൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെയുള്ളതിനെ നമ്മൾ കോൺഷ്യസ് പാരൻറ്റിങ് എന്നാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കോൺഷ്യസ് പാരൻറ്റിങ്ങിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കുട്ടികളുടെ ഫീലിങ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കുട്ടിയായിട്ട് വളരെ സേഫായിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതേപോലെ തന്നെ വളരെ ജെൻറ്റിലായിട്ട് അതും ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് കോൺഷ്യസ് പാരൻറ്റിങ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പാരൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ റിയലൈസ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്തു പോകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നതെന്ന് പറയുന്നത് ഓവർ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസൊക്കെ കാണുന്ന സമയം നമ്മൾ പെട്ടെന്ന് അത് ഓവർ റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിൽക്കോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചത് അവരവിടേക്ക് ആക്കുക, അല്ലെങ്കിൽ ഫുഡ് തറയിലാക്കുക, ടോയ്സൊക്കെ വലിച്ചു വാരി എല്ലായിടും ഇടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ അവിടെ വളരെ സ്ലോ ആയിട്ട് അത് ചെയ്യുക. ഇതൊക്കെ കാണുന്ന സമയം നമ്മൾ ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതിലൂടെ അത് കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന, നമ്മൾ ഷൗട്ട് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ ആ കുട്ടിക്ക് അത് എന്താവുന്നുണ്ട്, അത് മാനസികമായിട്ട് കുട്ടിക്ക് മെൻ്റലി കുട്ടി നല്ല സ്ട്രെസ് ആവുന്നുണ്ട്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എന്താണ്, ലേണിംഗ് സ്റ്റേജ് ആണ് അല്ലേ. നമ്മൾ മിസ്റ്റേക്കുകളിലൂടെ മാത്രമേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ അല്ലേ. നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനും അതുപോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യല്, കമ്പാരിസൺ, സ്മോൾ കമ്പാരിസൺ പോലും. ഇപ്പോൾ കുട്ടിയെടുത്ത് പറയണം, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കുക, അവനെ നോക്ക്, ഇവനെ നോക്ക്, നിൻ്റെ കസിൻ നോക്ക്, അവൻ ചെയ്ത പോലെ നിനക്ക് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് കുട്ടികളെ അല്ലേ. അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേന് അവൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ അവളുടെ മൈൻഡിൽ തോന്നുവാണ് ഐ എം നോട്ട് എനഫ് ടു ഡു ദിസ് അല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ചിന്ത അവർക്ക് വരികയാണ്. അവരുടെ കോൺഫിഡൻസ് ലെവല് അവിടെ എന്താണ്, കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് അവിടെ നമ്മളായിട്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ മറ്റുള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട് കുട്ടികളെ. കറക്റ്റ് ചെയ്യുന്ന എന്താണ്, നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. ചിലരുണ്ട് റിലേറ്റീവ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയേണ്ടത്. കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് കറക്റ്റ് ചെയ്യുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. അതിലും അവരുടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയുകയാണ്. അവർക്ക് അത് കുട്ടിക്ക് ഡീപ്പായിട്ടൊരു എംബറാസ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയം നമ്മളുമായിട്ട് കുട്ടിക്കുള്ളൊരു ബോണ്ടുണ്ട്, ആ ഒരു ബോണ്ട് നഷ്ടപ്പെടുന്നു അല്ലേ. ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമ്മളുമായിട്ട് ഉണ്ടായിരുന്നത് അവിടെ കുറയുന്നു, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ളൊരു ട്രസ്റ്റ്, നമ്മുടെ അടുത്തുണ്ടായിരുന്നൊരു ട്രസ്റ്റ്, ഇതൊക്കെ കുറയുന്നതിന് ഇത് കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
കൂടാതെ കുട്ടികൾ പറയുന്ന പല കാര്യങ്ങളും ചില സമയങ്ങളിൽ പാരൻസിന് ഫുള്ളായിട്ട് ലിസൺ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഒന്നീ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയം മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വർക്ക് ചെയ്യുമായിരിക്കും, കുക്കിംഗ് ചെയ്യുമായിരിക്കും, TV കാണുമായിരിക്കും, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കുട്ടികൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ലിസൺ ചെയ്യാതിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയം കുട്ടി വിചാരിക്കുകയാണ് പാരൻസിന് എൻ്റെ അടുത്ത് അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ എന്നൊരു ഫീല് കുട്ടിക്ക് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുട്ടികൾ പറയുന്ന സമയം നമ്മൾ മാക്സിമം നമ്മളിത് ലിസൺ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞില്ലേ, അവർക്ക് ഇത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ, അത് അവരുടെ മൈൻഡിൽ അങ്ങനെ വരുവാണ്. അപ്പോൾ ആ ഒരു സമയം അത് പതിയെ കുട്ടികളുടെ ബിഹേവിയറിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടാൻട്രംസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പതിയെ കുട്ടികൾ നമ്മളിങ്ങനെ കേൾക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ കുട്ടിയുടെ എന്തെങ്കിലും ചോദിക്കുന്ന സമയം കുട്ടികൾ കള്ളം പറഞ്ഞു തുടങ്ങാനുള്ള ചാൻസസ് ഇതിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമുക്ക് കാണാം കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികളെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പതിയെ സാവധാനം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ അവരെ ഫോഴ്സ് ചെയ്യുന്ന സമയം അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാതെ അവർ കരയുന്നുണ്ടാവും, അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ കുട്ടികളെ ഇപ്പം ചെയ്യണം അല്ലെങ്കിൽ അതിപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന സമയം കുട്ടികൾക്ക് അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില പാരൻസുകൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളുണ്ട്. എന്താണ്, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല, അല്ലെങ്കിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, നീ അവനെ നോക്കി ചെയ്യുക, അവൻ ചെയ്തത് കണ്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നതിലൂടെ കുട്ടിക്ക് എന്താണ് അവൻ്റേതായ രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ലെവല് നമ്മളായിട്ടത് കുറച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് അവർ റെക്കോർഡ് ചെയ്യുകയാണ്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുന്നേ അവൻ ആലോചിക്കും, അയ്യോ എനിക്കിത് പറ്റില്ല എന്നൊരു ചിന്ത അവന് വരും. അതോടുകൂടി അവൻ്റെ കോൺഫിഡൻസ് ലെവൽ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കിഡിനെ ഒരിക്കലും നമ്മുടെ അഡൾട്ട്സിനെ പോലെ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയുന്നേക്കാം, അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, അങ്ങനെ ചെയ്യുക, ഇതുപോലെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരു പെർഫെക്റ്റ് റൊട്ടീൻ നമുക്ക് കൊണ്ടുവരാൻ നോക്കുക. അതൊക്കെ ചിലപ്പോൾ നമുക്ക് നടത്താൻ പറ്റിയെന്ന് വരത്തില്ല. കുട്ടികളെ ഒരിക്കലും നമ്മൾ അഡൾട്ടായിട്ട് അഡൽട്ട് ചെയ്യുന്ന പോലെ ചെയ്യും എന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ചിലർ ഇങ്ങനെയൊക്കെ കുട്ടികൾ ബഹളം വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയം കുട്ടിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഫ്യൂച്ചറിലായാലും നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ. ചില കുട്ടികൾ കരയാറുണ്ട്, ചില കുട്ടികൾ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ആകുമ്പോൾ വാശി പിടിക്കാറുണ്ട്, വാശി കൂടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ക്ലിയർ ആക്കി നമുക്ക് എങ്ങനെ ഒരു കോൺഷ്യസ് പാരൻ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു കോൺഷ്യസ് പാരൻറ്റിങ് ടെക്നിക്സ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമുക്കിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നമ്മൾ ചില മിസ്റ്റേക്കുകൾ കാണുന്ന സമയം റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. ആ റിയാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് 1 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഇങ്ങനൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ആങ്കർ സൈക്കിളിനെ അതെന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്. ചില സാഹചര്യത്തിൽ നമുക്കത് പറ്റിയെന്ന് വരില്ല അല്ലേ. ഞാനും ഒരു പാരൻ്റാണ്, ചില സമയം എനിക്കും അത് പറ്റിയെന്ന് വരുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലൂടെ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് വരുന്നുണ്ടോ എന്നറിയാം അല്ലേ. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ സോഫ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കായിരുന്നാലും അവർക്കും അത് അവരുടെ ആ ഒരു ഫീലിങ്സിനെ നമ്മൾ മാനിക്കുന്നു, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ വേണ്ട മെയിനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കുട്ടികളുടെ ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
കുട്ടി എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കൊടുക്കുമ്പോൾ അവൻ അതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ഫീലിങ്സിനെ അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ പറയുക നിനക്കിതിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിക്ക് അവരുടെ ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഏതൊരു മിസ്റ്റേക്ക് കാണുമ്പോഴും അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കുട്ടി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നത് നമ്മൾ കണ്ടു, അത് കുട്ടിക്ക് മനസ്സിലായി, നമ്മളത് മനസ്സിലാക്കി എന്നുള്ളത്. അപ്പോൾ കുട്ടിക്ക് ഉള്ളിലൊരു പെട്ടെന്നൊരു ഭയമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ കുട്ടി ഒന്ന് അടുത്തേക്ക് വിളിക്കുക, ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ മടിയിലെടുത്തിരുത്തുക. അതിന് ശേഷം നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതിലൂടെ കുട്ടിക്ക് നമ്മളോടത്തുള്ളൊരു ഭയവും മാറുന്നുണ്ട്. അതേപോലെ കുട്ടിക്ക് നമ്മളോടൊരു സേഫ് കോർണർ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കുട്ടികളും നമ്മൾ കാണാറുണ്ട്, എന്തെങ്കിലും പഠിക്കാനോ ഹോംവർക്ക് എഴുതാനോ ഒക്കെ പറയുന്ന സമയം അവർ പറയും കളിക്കണം, TV കാണണം, എനിക്ക് കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്. ആ ഒരു സമയം നമ്മളൊരു ബൗണ്ടറി, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ കുട്ടിയെടുത്ത് പറയാണ്, മോളെ അല്ലെങ്കിൽ മോനെ ആദ്യം നീ ഹോംവർക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പ്ലേ ചെയ്യാം, ഒരുമിച്ച് TV കാണാം എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് ഒരു ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള, അപ്പോൾ സ്ട്രിക്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജെൻറ്റിലായിട്ടുള്ള അതും ക്ലിയർ ആയിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട്, കുട്ടി സംസാരിക്കുന്ന സമയം അവർക്ക് വേണ്ടി പ്യുവറായിട്ട് ഒരു 10 മിനിറ്റ്സ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ അറ്റൻഷൻ, അവർക്ക് നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുക. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ബിഹേവിയറൽ പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബിഹേവിയറൽ പ്രശ്നങ്ങൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ്സ് ഒന്ന് അറ്റൻറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു 70% ബിഹേവിയറൽ ഇഷ്യൂസ് നമുക്ക് ഇതിലൂടെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നെഗറ്റീവ് കമൻസിൽ നിന്ന് നമുക്കിപ്പം കുട്ടി കരയുന്നു, ഡോണ്ട് ക്രൈ എന്ന് പറയുന്നതിനെ കാട്ടി എന്ത് പറയാം, നമുക്ക് നിനക്ക് എന്താ പറ്റിയേ, നിനക്ക് എന്താ വിഷമം എന്നുള്ള രീതിക്ക് കുട്ടിയുമായിട്ട് സംസാരിക്കുക. ഡോണ്ട് ബി സ്കെയർഡ് എന്ന് പറയുന്നതിനെക്കാട്ടി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഐ ആം വിത്ത് യു എന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള പോസിറ്റീവ് കമൻസുകൾ കുട്ടിയേക്ക് കൊടുക്കുന്നതിലൂടെ അവർക്കും ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം കുട്ടികളുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, കോൺഷ്യസ് പാരൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ അത് നമുക്ക് കുട്ടിയെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഷ്യൻസ് ലെവൽ അത് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാനും അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് പറ്റുന്നുണ്ട്. കൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാൽ പോലും അത് കുട്ടികൾ നമ്മളുമായിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ കുട്ടികളുടെ കോൺഫിഡൻസ് അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ കോൺഷ്യസ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണും വരേക്കും ബൈ. Thank you for watching.